കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ഏത് അവസ്ഥകളിലും ഏത് വേദനകളിലും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാൻ ഒരുക്കമാണ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്ന പോലെ ചില വീർപ്പുമുട്ടലുകൾ കടന്നു വരാറുണ്ട്. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത അവസ്ഥകളിൽ, നമ്മുടെ ബലഹീനതകളിൽ ദൈവാത്മാവ് നമ്മെ സഹായിക്കുവാൻ കടന്നു വരും. ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കും. അതുകൊണ്ട് നമുക്ക് വരുന്ന ഏതു സാഹചര്യങ്ങളിലും ദൈവത്തിൽ നിന്നും പിന്മാറിപ്പോകാതെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. കാരണം പിന്മാറ്റം നാശത്തിലേക്ക് പോകുന്നു, എന്നാൽ ദൈവത്തിലേക്കുള്ള മടങ്ങിവരവ് പ്രാർത്ഥന അനുഗ്രഹത്തെ കൊണ്ടുവരുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ അവസ്ഥകളെ നോക്കി പരിതപിക്കാതെ എങ്ങനെ നമുക്കെതിരെയുള്ള അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടാം എന്ന് ചിന്തിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരാം, ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരാം. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 39-ാം തിരുവചനം വ്യക്തമാക്കുന്നു: പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അനുഗ്രഹവും നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും കടന്നു വരട്ടെ. നമുക്ക് പറയാം: പരിശുദ്ധാത്മാവേ, അവിടുത്തെ ശക്തിയെ അയച്ച് ഇന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ. എന്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ, എന്നെ സഹായിക്കണമേ. അവിടുത്തെ സാന്നിധ്യത്തെ ഇന്ന് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആമേൻ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആമേൻ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ഏലിയായിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, എലീശയ്ക്ക് ഇരട്ടി പങ്ക് നൽകിയ പരിശുദ്ധാത്മാവേ, ദാനിയേലിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഇന്ന് അഗ്നിയായി അഭിഷേകമായി അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിലേക്ക് കടന്നു വരണമേ. അവിടുത്തെ അഭിഷേകത്തിൽ നിറയപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ഹല്ലേലൂയ. ഏലിയായുടെ ദൈവമേ, അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ, ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. ആമേൻ. ദാനിയേലിൻ ദൈവമേ, എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. സ്നേഹന്മാരെ നയിച്ച പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ സാക്ഷിയായി മാറുവാൻ, വചനത്തിന്റെ സാക്ഷിയായി മാറുവാൻ ഇന്ന് അവിടത്തോട് ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന സകല മക്കളിലും അവിടുന്ന് കടന്നു വരണമേ.
പരിശുദ്ധാത്മാവെ, ബലഹീനമായ ഞങ്ങളുടെ കാൽമുട്ടുകളെ ശക്തിപ്പെടുത്തണമേ. സ്ലീഹന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. ആമേൻ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. സ്ലീഹന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ഹല്ലേലൂയ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ഇന്ന് കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളിലും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കടന്നു വരുവാനും ഏവരും ശക്തിപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.